നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ മാസത്തെ അന്താരാഷ്ട്ര മത്സരങ്ങൾക്കായുള്ള അർജന്റീനയുടെ സ്ക്വാഡിനെ ഇപ്പോൾ കോച്ച് ലയണൽ സ്കലോനി പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ സുപ്രധാനമായ ചില താരങ്ങൾ മിസ്സിംഗ് ആണ്. നമ്മളതൊന്ന് പരിശോധിക്കുകയാണ്. പ്രധാനമായിട്ടും അവർ മിസ് ചെയ്യുന്ന താരങ്ങൾ ആരൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇപ്പോൾ ചില യുവതാരങ്ങൾക്ക് ഇടം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ അതിൽ കാണണം. എങ്കിലും ലിസാൻഡ്രോ മാർട്ടീനസ് പരിക്കേറ്റ് പുറത്താണ്. അത് തീർച്ചയായിട്ടും അർജന്റീനയ്ക്ക് ഒരു നഷ്ടം തന്നെയാണ്, അദ്ദേഹത്തിന്റെ അസാന്നിധ്യം. പിന്നെ ഗോൺസാലോ മുണ്ടിയില്, മാർക്കോസ് അക്യൂഞ്ഞ, ഗോയിഡോ റോഡ്രിഗസ്, ഈ താരങ്ങൾ ഇപ്പോൾ ടീമിലേക്ക് എത്തിയിട്ടില്ല. അതിന്റെ കാരണം 100% ഫിസിക്കലി അവർ ഫിറ്റല്ല, പരിക്കും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ 4 പേര് ടീമിലില്ലാത്തത്. ലിസാൻഡ്രോ മാർട്ടിനസ്, ഗോൺസാലോ മുണ്ടിയിൽ, മാർക്കോസ് അക്യൂഞ്ഞ, ഗോയിഡോ റോഡ്രിഗസ്. കഴിഞ്ഞില്ല ഒരു താരം കൂടി, വേൾഡ് കപ്പ് ചാമ്പ്യനൊക്കെ ആയിട്ടുള്ള ഒരു താരം കൂടി ഈ സ്ക്വാഡിലില്ല. അത് തിയാഗോ അൽമൈഡയാണ്. അദ്ദേഹം അണ്ടർ-23 ടീമിനോടൊപ്പമാണ്. അത് ഒളിമ്പിക്സിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായുള്ള ടൂറിലൊക്കെ അദ്ദേഹത്തിന് പങ്കെടുക്കേണ്ടതുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഈ സ്ക്വാഡിൽ ഉൾപ്പെട്ടിട്ടില്ല. അതേസമയം യുവതാരങ്ങൾ 20 വയസ്സിന് താഴെയുള്ള കൂടുതൽ താരങ്ങൾക്ക് അവസരം കൊടുത്തിരിക്കുന്നു എന്നുള്ളത് കൂടി നോക്കണം. 4 യുവതാരങ്ങൾ അണ്ടർ-20 പ്ലേയേഴ്സ് ഉണ്ട്. വാലന്റീൻ ബാർക്കോ ടീമിലേക്ക് ഉൾപ്പെടുന്നു. കൂടാതെ അലയാൻഡ്രോ ഗർനാച്ചോ ഉണ്ട്, ഫക്കുണ്ടോ ബൊനനോറ്റയുണ്ട്, പിന്നെ വാലന്റീൻ കർബോണി. ഇങ്ങനെ യുവതാരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുകൂടിയാണ് സ്കലോനി ടീം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതായാലും മികച്ച സ്ക്വാഡ് തന്നെയാണുള്ളത്. വളരെ വേഗത്തിൽ നമുക്ക് നോക്കാം. ഗോൾ കീപ്പർമാരായിട്ട് ഫ്രാങ്കോ അർമാനി, വാൾട്ടർ ബെനീറ്റസ്, എമിലിയാനോ മാർട്ടിനസ്. ഡിഫൻഡർമാരായിട്ട് ജർമൻ പെസല്ല, നാഹ്വൻ പെരസ്, നിക്കോളാസ് ഓട്ടാമെന്റി, ക്രിസ്ത്യൻ റൊമേറോ, നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ, മാർക്കോസ് സെൻസി, നാഹ്വൽ മൊളീന, വാലന്റിൻ ബാർക്കോ. മധ്യനിരയിലുള്ളത് ഇസിക്കിയൽ പലാസിയോസ്, റോഡ്രിഗോ ഡീപോള്, ലിയാൻഡ്രോ പെരേഡസ്, അലക്സിസ് മാക്കലിസ്റ്റർ, എൻസോ ഫെർണാണ്ടസ്, ജിയോവാനി ലോച്ചെൽസോ, നിക്കോളാസ് ഗോൺസാലസ്, ഫെക്കുണ്ടോ ബൊനറ്റെ, വാലന്റിൻ കർബോണി, ആങ്കൽ ഡി മരിയ. മുന്നേറ്റ നിരയിലുള്ളത് അലയാൻഡ്രോ ഗർനാച്ചോ, ലിയോ മെസ്സി, ഹുലിൻ ആൽവാരസ്, ലൗട്രോ മാർട്ടിനസ്, പൗലോ ഡിബാല. ഏതായാലും അർജന്റീനക്ക് 2 മത്സരങ്ങളാണുള്ളത്. ഒന്ന് എൽ സാൽവഡോറിനെതിരെയാണ്, അത് ഈ മാസം 22-നാണ്. പക്ഷെ നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ ഈ മാസം 23-ന് രാവിലെ 6 മണിക്കാണ് കളി ആരംഭിക്കുക. രണ്ടാമത്തെ മത്സരം കോസ്റ്റാറിക്കെതിരെ ഈ മാസം 26-നാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇന്ത്യൻ സമയം ഈ മാസം 27-ന് രാവിലെ 8:30-നാണ് ആ കളി ആരംഭിക്കുക. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.